ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാ നടക്കുന്നേ? അറിഞ്ഞായിരുന്നോ? എന്ത് എന്തോ അനുമോൾക്ക് ഒരു 1,40,000 1,40,000 രൂപ അനുമോൾക്ക് കൊടുക്കാനുണ്ട്. ബിഗ് ബോസിന് ശേഷമാണ് തോന്നുന്നത് എല്ലാ ഇന്റർവ്യൂവിലും ഒരു കൂടുതൽ ഒരുമിച്ച്, അല്ല അതിന് മുന്നേ അങ്ങനെ തന്നെയാണ് ഇവരെ ഒരുമിച്ചിട്ടാണ് വിളിക്കാറ് കേട്ടോ. അവർ നല്ല സൗഹൃദമായിട്ട് തന്നെയാണ് ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന്റെ പുറത്ത് വാങ്ങിയതാവും പൈസ. എന്തായാലും ഷിയാസ് കരീമിന്റെ എതിരെ ഇപ്പൊ കേസ് കൊടുത്ത സ്ത്രീക്ക് 60 വയസ്സൊന്നുമല്ല. ഒരു മാസം മുമ്പെങ്ങാനും ഈ പരാതിപ്പെട്ട സ്ത്രീ ഉണ്ടല്ലോ, അവർ കുറെ കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതേ സ്ത്രീ തന്നെയാണോ ഇത് എന്ന് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ ക്ലാരിഫിക്കേഷൻ കിട്ടി എന്നുള്ളതാണ്. കാരണം ബൈജൂസ് ബ്ലോഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ സോഷ്യൽ ഇഷ്യൂസിലും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ വിഷയത്തിൽ ഷിയാസ് കരീമിനെ നല്ല രീതിയിൽ വെള്ളം പൂശിയിട്ടാണ് ആള് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് കേട്ടു നോക്കാം. പ്രിയപ്പെട്ടവരെ നോക്കൂ, രാവിലെ മുതൽ ഇതാ ഈ സമയം വരെ എനിക്ക് എൻ്റെ DM-ൽ വന്ന് നിറയുന്ന മെസ്സേജുകൾക്ക് കണക്കില്ല. ഷിയാസ് കരീമിന് എന്തു പറ്റി? നിങ്ങളുടെ അടുത്ത സുഹൃത്തല്ലേ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാത്തത്? നിങ്ങൾ റെസ്പോൺസിബിൾ പേഴ്സൺ അല്ലേ? നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിലൂടെ തരുന്ന സത്യങ്ങൾ ആസ്വദിക്കുന്നവരാണ് ഞങ്ങൾ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ എൻ്റെ DM-ൽ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ ഷിയാസ് കരീമിനിട്ട മെസ്സേജിന് താഴെ വന്ന് ഒരുപാട് പേർ തെറി കമന്റുകൾ അടക്കം നൽകിക്കൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത്, അവൻ എൻ്റെ ഫ്രണ്ടാണ്, അവൻ എൻ്റെ ഏറ്റവും അടുത്ത അനിയൻ കൂടിയാണ്. ഏറ്റവും നല്ല അനിയനാണ്, ഏറ്റവും നല്ല ഫ്രണ്ടാണ്. ഉമ്മാന്റെ പ്രായമുള്ള 60 വയസ്സുള്ള ഒരു സ്ത്രീയാണ് അവര്. അവരോട് ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും പെരുമാറിയില്ല. എനിക്ക് ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട് എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ്. പക്ഷെ ഉമ്മാന്റെ പ്രായമുള്ള ഒരു സ്ത്രീയോടും ഒരു മനുഷ്യനും പറയാത്ത കുറെ കാര്യങ്ങൾ പക്ഷെ അത് ഷിയാസ് കരീം പറഞ്ഞു എന്നുള്ളത് ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അറിയാം, അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, അത് അദ്ദേഹത്തിന്റെ ശബ്ദമാണെന്നുള്ളത്. ഒന്ന് കേട്ടോക്കെ. നിന്റെ സാമാനടിച്ച് പൊളിക്കും, ഇമാതിരി സ്റ്റാറ്റസ് ഇടണ്ടാവുന്ന പറയുന്നത്. എന്തുവാടേ ഞാൻ പറയുക. ആ ഒരു സ്ത്രീക്ക് എന്തായാലും 65-60 വയസ്സൊന്നും ഇല്ല കേട്ടോ. ഞാൻ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഷെയർ ചെയ്യാതിരിക്കുകയാണ്. പക്ഷെ ബൈജു ചേട്ടാ, നിങ്ങളെ എനിക്ക് ഭയങ്കര റെസ്പെക്ട് ആയിരുന്നു. നിങ്ങളുടെ പല വീഡിയോസും ഞാൻ കാത്തിരുന്ന് കണ്ടിട്ടുണ്ട്. അതായത് പല വിഷയങ്ങളും നിങ്ങൾ സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ വിഷയത്തിൽ നിങ്ങൾ ഇപ്പോഴും സഹോദരനായിട്ടും കൂട്ടുകാരനായിട്ടൊക്കെ തന്നെയാണ് ഷിയാസ് കരീമിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കല്യാണത്തിന് മുൻപ് നടന്ന ഒരു കാര്യമാണ് അത് എന്ന് പറയുമ്പോൾ കല്യാണത്തിന് മുമ്പ് അങ്ങനെ കാര്യം നടന്നിരുന്നല്ലേ. ഷിയാസ് കരീമിന് മുൻപ് വന്ന കേസ് ഉണ്ടല്ലോ, ആ കേസ് ഓക്കെ, നമുക്ക് മനസ്സിലായി. ഭർത്താവും കുഞ്ഞു നിലനിൽക്കെ ഷിയാസ് കരീമിനെ അപ്രോച്ച് ചെയ്തു എന്നൊരു കാര്യം ഓക്കെ, അത് ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് മാറ്റി വെച്ചാൽ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഷിയാസ് കരീമിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയും കൂടി ആയപ്പോ, അത് കഴിഞ്ഞ് ഉടനെ തന്നെ ശബ്ദ സന്ദേശങ്ങളും കൂടി ആയപ്പോഴാണ് സംശയം അങ്ങ് ദൃഢമായത് എന്നുള്ളതാണ്. ഷിയാസ് കരീം എന്ന് പറയുന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നിയമത്തിന് മുമ്പിൽ ശിക്ഷിക്കപ്പെടണം. ഇനി തെറ്റ് ചെയ്തത് ആ സ്ത്രീയാണെങ്കിൽ അവരും ശിക്ഷിക്കപ്പെടണം. ഒരു സുഹൃത്തായതുകൊണ്ടോ ഒരു അനിയനായതുകൊണ്ടോ അല്ല അവനെതിരെ ബൈജൂസ് ബ്ലോഗ് വീഡിയോ ചെയ്യാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട്. ഇന്ന് ഷിയാസ് കരീമിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ്, അതിനേക്കാൾ വിശ്വസനീയമായ പല ഓഡിയോ ക്ലിപ്പുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ആരെയും ഞങ്ങള് മനസ്സിലായില്ല. നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഭയങ്കര ക്ലാരിറ്റി ആയിരുന്നു. പക്ഷെ ഈ വിഷയത്തിൽ എന്തോ ഭയപ്പാടുള്ളത് പോലെ, എന്തോ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ. ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് ഇതേപോലെ എന്തെങ്കിലും വൃത്തികേട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കയറി തേച്ചങ്ങ് ഒട്ടിക്കും. വിത്ത് എവിഡൻസ് ശബ്ദ സന്ദേശം ഇവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ ആ ശബ്ദത്തിന്റെ മറുവശം നിങ്ങൾ കേട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇവിടെ വിക്ടിമായിട്ടുള്ള ആ പരാതി കൊടുത്ത ആ ഒരു സ്ത്രീയെ സംരക്ഷിക്കുക എന്നുള്ളത് നിയമത്തിന്റെ ഒരു ഭാഗമാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ശബ്ദ സന്ദേശങ്ങൾ പുറത്ത് വിടാൻ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അത് ശബ്ദം മാറ്റിയിട്ടെങ്കിലും പുറത്ത് വിട്, ഞങ്ങളൊന്നും കേൾക്കട്ടെ. ജസ്റ്റ് ടോക്കും മാത്രമല്ല, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാണ്. നീ ലവ് ഇടണ്ടാന്നാണ് അധികം. അത് നിന്റെ വില പോകും. നിനക്ക് ലവ് ഉണ്ടെങ്കിൽ നിന്റെ വായന തരുന്നുണ്ട്, കുടിച്ചോ. നിനക്ക് ലവ് ഉണ്ടെങ്കിൽ നിന്റെ വായയിൽ ഞാൻ തരുന്നുണ്ട്, കുടിച്ചോ. ഷിയാസ് കരീം എന്താടാ പറഞ്ഞേ? 60 വയസ്സുള്ള സ്ത്രീയാണ്, അതാണ് ഇതാണ്. എടോ, അത് ഇതും കൂട്ടി വെച്ച് താങ്കളൊന്ന് കേൾക്ക്. താങ്കളുടെ സുഹൃത്താണെങ്കിൽ താങ്കളോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവണമെന്ന് ഉറപ്പൊന്നുമില്ല. പലരും പലതും പറയാതിരിക്കാറുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാ. നിങ്ങൾ ചിലപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കാം, എന്നാൽ പോലും ചില ആളുകൾ ചിലത് പറയില്ല. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ബാക്കി ഞങ്ങളുടെ പക്കലുള്ള ഈ ഓഡിയോ ക്ലിപ്പുകൾ ഒന്നും പുറത്തുവിടാത്തത് ഇന്ത്യൻ നിയമപ്രകാരം ഒരു സ്ത്രീയുടെ പേരോ ഐഡന്റിറ്റിയോ പുറത്തു പറയരുത് എന്നുള്ള നിയമത്തിന്റെ അനുശാസന പ്രകാരമാണ്. ഞങ്ങൾ ആ മാന്യത കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയട്ടെ, ഇവർക്കെതിരെയുള്ള കൃത്യമായ തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. ഒരു സുഹൃത്തിനെ അപകടങ്ങളിൽ, അവന്റെ വിഷമഘട്ടങ്ങളിൽ അവന്റെ കൈകൾ പിടിക്കുന്നതിന് പകരം അവനെ ചവിട്ടിത്താഴ്ത്താൻ ഞാനെന്ന വ്യക്തിക്കോ എന്റെ മനുഷ്യത്വത്തിനോ സാധിക്കില്ല. ബഹുവചനം ഞങ്ങൾ എന്ന് പറയുമ്പോ എന്താ മനസ്സിലാവുന്നില്ല. ഇപ്പൊ എന്റെ കയ്യിലൊരു തെളിവുണ്ടെങ്കിൽ ഞാനത് പുറത്ത് വിടും, അല്ലെങ്കിൽ ഞാനത് പുറത്ത് വിടില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്നാ പറയുന്നത്. അപ്പൊ അത് ഗൂഢമായിട്ടുള്ള ഒരു ആലോചനയുടെ പുറത്ത് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളാണോ? സംശയം തോന്നുന്നുണ്ട്.
ബൈജു ചേട്ടാ നിങ്ങളോട് ഭയങ്കര റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരൊറ്റയടിക്ക് അത് പോയത് ഈ ഒരു കാരണം കൊണ്ടാന്നുള്ളതാ. നിങ്ങൾക്ക് ആ ശബ്ദ സന്ദേശത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നില്ല സുഹൃത്താണെന്നുള്ളത്, നിങ്ങൾ കേസ് കഴിഞ്ഞ വരെ വെയിറ്റ് ചെയ്യായിരുന്നു, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. കൂടുതൽ കാര്യങ്ങൾ അറിയട്ടെ എന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയായിരുന്നു. പക്ഷെ നിങ്ങളുടെ പൂർണ്ണമായും പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ തെളിവ്, ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ അതിൽ ഷിയാസ് കരീം പെടില്ലേ? ഞങ്ങൾ എന്ന് പറയുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ ഇത്. എന്തായാലും ശബ്ദ സന്ദേശം മുഴുവൻ 18 മിനിറ്റോളം കേട്ട വ്യക്തി എന്ന നിലക്ക് അതിലുടനീളം പണം ആവശ്യപ്പെടുന്നതും പിന്നെ സെക്സ് പരമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതാ. പിന്നെ മറുനാടനൊക്കെ പറയുന്നത് ഇതിലും അശ്ലീലപരമായ സാധനങ്ങളുണ്ട്, പുറത്ത് വിടാൻ ഞങ്ങൾക്ക് ഇപ്പൊ പറ്റില്ല, അതുകൊണ്ടാണ് വിടാത്തത് എന്നാണ് അവരൊക്കെ പറയുന്നത്. ഇനി എനിക്ക് ആദ്യം ഒരു തെറ്റിദ്ധാരണ ഉണ്ടായത് ഷിയാസ് കരീമിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടപ്പോൾ ഷിയാസ് കരീം പറഞ്ഞൊക്കെ ശരിയാണ് എന്നുള്ള ധാരണയിലാണ്. ആ വീഡിയോ എന്നുള്ള കുറച്ച് പ്രസ്തുത ഭാഗങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം. പിന്നെ ഈ സ്ത്രീക്ക് 16 വയസ്സുണ്ട്. അതുപോലെ എന്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ള ഒരു സ്ത്രീയാണ്. ഇതിന് മുമ്പേ ഇവര് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ, ഞാൻ അവരത് കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോൾ ഞാൻ ഇവരുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോൾ ഇവർ എന്റെ പേരിൽ ഇപ്പൊ ഒരു കള്ളക്കേസായിട്ട് വന്നേക്കാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചു. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. കാര്യം ഞാൻ ഇതിന് മുമ്പ് ഒരു സാധനം ഫൈറ്റ് ചെയ്ത ഒരാളാണ്. ഇതുകൊണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഷിയാസ് കരീമിനോട് ഇഷ്ടമുള്ള ആളുകൾക്ക് ഷിയാസ് കരീമിന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നിപ്പോകും അല്ലെ? പക്ഷെ അത് കഴിഞ്ഞ് അധികം വൈകാതെയാണ് മറ്റുള്ള ചാനലുകളിലൂടെ ആ ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. നമ്മൾ ആ ശബ്ദത്തിന്റെ മറുവശം നോക്കുന്നതിന് മുന്നേ നിങ്ങൾ ആലോചിക്കുക, ഉമ്മാന്റെ പ്രായമുള്ള, എന്റെ വീട്ടുകാരോട് അത്ര ബന്ധമുള്ള ഒരു വ്യക്തി, ഉമ്മാന്റെ പ്രായമുള്ള, അത് എടുത്ത് പറയണം കേട്ടാ, അവരോട് നമ്മൾ ആരെങ്കിലും സംസാരിക്കോ? ഇനി ആ സ്ത്രീയും ഇയാളും തമ്മിൽ പ്രണയമാണെന്ന് തന്നെ കൂട്ടിക്കോ, പ്രായമൊക്കെ മാറ്റി വെച്ചോ, എന്നാൽ പോലും ഇവൻ ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരുമ്പോ തീർച്ചയായിട്ടും അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച എല്ലാ വ്യക്തികൾക്കും ചീത്തപ്പേരുണ്ടായില്ലേ, നാണക്കേടായില്ലേ? എന്നെ തെറി വിളിച്ച എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്രേ പറയുന്നുള്ളൂ, ഇവിടെ കൃത്യമായ എവിഡൻസ് കിടക്കുന്നുണ്ട് എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോകൾ സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ 100% ഉറപ്പിൽ ഞാൻ പറയാം, ഇതിന്റെ ഒരു ഭാഗം മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ആ ഭാഗം തന്നെ സത്യമാണോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഷിയാസ് കരീമിനെ കൊടുക്കാൻ മാത്രം തെളിവായ ആ ഓഡിയോ ക്ലിപ്പിന് തെളിവായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഒരൊറ്റ ഓഡിയോ ക്ലിപ്പ് മതിയാവും. അതെ, അത് സത്യസന്ധമാണ്, ഉറപ്പാണ്, ആ വ്യക്തിയുടെ ശബ്ദമാണ്. അത് ഞങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നത് ഈ സാമ്പത്തിക വിഷയത്തിൽ ഷിയാസ് നിരപരാധിയാണ് എന്ന്. ഞങ്ങളാ ആരെയും ഞങ്ങൾ ചേട്ടാ, നിങ്ങളോടുള്ള വില മൊത്തം പോവുകയാണ് കേട്ടോ. ഞങ്ങളുടെ കയ്യിൽ എന്നാ ധൈര്യമായിട്ട് പുറത്ത് വിടുക, ആരാണെന്ന് മനസ്സിലായെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കേട്ടോക്കെ. ക്ലാരിറ്റി പറയുകയാണെങ്കിൽ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ചെറിയ പെണ്ണൊന്നല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, 10 എന്റെ ഉമ്മാടെ പ്രായമുണ്ട്. അപ്പൊ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നാണ്. ഉമ്മാന്റെ പ്രായമുണ്ട്, അത് പറയാൻ ഞാൻ വന്നതാണ്. ഉമ്മാന്റെ പ്രായമുള്ള ഒരാളോട് സംസാരിക്കുന്ന ചാറ്റല്ല ഞങ്ങൾ കേട്ടിട്ടുള്ളത്, അത് കുൽസിത ചാറ്റാണ് എന്റെ പൊന്നു ചേട്ടാ. നിങ്ങൾ ഇനി എത്ര ന്യായീകരിച്ചാലും കുൽസിതം അത് കുൽസിതമായി കിടക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ചോദിക്കുന്ന ശബ്ദം എന്നാ നിങ്ങൾ പറഞ്ഞത് AI ആണെന്നുള്ളത്. ഇനി എന്ത് പറഞ്ഞാലും അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ തിരുത്താൻ ഞാനെന്ന സുഹൃത്തിന്, ഞാനെന്ന സഹോദരന് ബാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് അവനൊരു തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് തിരുത്തേണ്ടത് നമ്മുടെ സമൂഹമാണ്, നമ്മൾ ഒന്നടങ്കമാണ്. എന്തായാലും തെറ്റ് ചെയ്യാത്തവരാരും തന്നെ ഇല്ല. ഈ വീഡിയോയുടെ അടിയിലും ഒരുപാട് തെറി കമന്റുകൾ വരും. തെറ്റ് ചെയ്യാത്തവർ ഈ കമന്റിനടിയിൽ വന്ന് കല്ലെറിയട്ടെ. കമന്റ് ഇഷ്ടം പോലെ കല്ലേറുകൾ വന്നിട്ടുണ്ട് ചേട്ടാ, ഇഷ്ടം പോലെ കല്ലേറുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾ നല്ല സത്യസന്ധമായി വീഡിയോ ചെയ്തിരുന്ന ആളാണ് എന്നും നിങ്ങൾക്ക് ഇതാ 1-2 ദിവസം ഗ്യാപ്പ് കിട്ടിയിട്ട് പോലും, ഞാനൊക്കെ എടുത്ത് ചാടിയിട്ട് ചെയ്തെന്ന് വിചാരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടിയിട്ട് പോലും നിങ്ങൾ ചെയ്തത് ഉളത്തരാണ്. ഷിയാസിന്റെ കല്യാണത്തിന് മുമ്പേ നടന്നൊരു വിഷയമാണിത്. കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഇപ്പൊ 2 വർഷമായി. 2 വർഷങ്ങൾക്ക് മുമ്പേ നടന്നൊരു സംഭവം ഇപ്പോൾ കുത്തിപ്പൊക്കാൻ കാരണം ആരാണ്? അപ്പോഴാണ് ഞങ്ങളുടെ ഒരു സംശയം ഇങ്ങോട്ട് പോയത്. എന്നെ കണക്ക് പെണ്ണ് പിടിച്ചിട്ടല്ല കേട്ടാ ഈ തൊലിക്കാൻ വെറുതെ ഷിയാസേ, നീ നാറുവേ. നിന്റെ ഉമ്മ അടിച്ച് പുറത്താക്കിയത് നീ പെണ്ണ് പിടിച്ച കേസിൽ, നിന്റെ നാട് മുഴുവൻ നീ ഓത്ത് കിടക്കുന്ന പെണ്ണുങ്ങളുടെ കേസുകൾ മൊത്തം എന്റെ കിടപ്പുണ്ട്. ഈ ഒരു ശബ്ദ സന്ദേശം നിങ്ങൾ അഭിമാനത്തോട് കൂടിയിട്ടാണ് കാണിക്കുന്നത്. അയ്യയ്യയ്യ, ചേട്ടന്റെ ക്രെഡിബിലിറ്റി മൊത്തം പോയി കേട്ടോ. ഇത് അഖിൽമാരാറ് കുത്തിപ്പൊക്കിയതാണ് എന്ത് ഉളുപ്പില്ലായ്മയോട് കൂടിയാ നിങ്ങൾ പറയുന്നേ. അയ്യയ്യയ്യയ്യയ്യേ, കല്യാണത്തിന് മുമ്പ് നടന്നൊരു കാര്യമാണ് നിങ്ങൾ സമ്മതിക്കുന്നു, അപ്പൊ അത് ചെയ്തിട്ടുണ്ടല്ലേ, കൊള്ളാം. ഇതിൽ 2 പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ ഒരു പരാതി പിടിപ്പിച്ചാൽ മതി, നീ അകത്താണേ. 2 പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ ഒരു പരാതി പിടിപ്പിച്ചാൽ മതി, നീ അകത്താണേ. സത്യം ജയിക്കട്ടെ, സത്യം മാത്രം ജയിക്കട്ടെ. സത്യം ജയിക്കട്ടെ, സത്യം മാത്രം ജയിക്കട്ടെ. ചേട്ടാ നിങ്ങളുടെ വില മൊത്തം കൊണ്ടേ കളഞ്ഞു കേട്ടോ. ഇവിടെ നിയമ സംവിധാനങ്ങൾ ഉണ്ടല്ലോ, അവരാണ് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കേണ്ടതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെ പോലുള്ള ആളുകൾ റിയാക്ട് ചെയ്യും. താങ്കളെ പോലുള്ള ആളുകൾ റിയാക്ട് ചെയ്യുന്ന പല വീഡിയോസും നമുക്ക് ഇൻസ്പിറേഷൻ പോലെ ആവാറുണ്ടെന്നുള്ളതാണ്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ വിഷയത്തിൽ ഈ മനുഷ്യൻ ഷിയാസ് കരീമിനെ സപ്പോർട്ട് ചെയ്തതായിട്ടാണോ? ഞങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ചോദ്യചിഹ്നത്തിലേക്ക് നിങ്ങൾ വിരൽ ചൂണ്ടിയോ?
ആ കേസ് കൊടുത്ത സ്ത്രീയുടെ ശബ്ദ സന്ദേശം കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഉത്കണ്ഠ ഉണ്ടല്ലോ അല്ലെ. ഉമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീ എന്നുള്ള ആ ഒരു പോയിന്റ് അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം അതിന്റെ ഓപ്പോസിറ്റ് ശബ്ദ സന്ദേശം നമ്മൾ കേൾക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ തന്നെ മറുപടി പറയണം കേട്ടാ. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ്.